ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് ലേബർ ഡേ ഓർ മെയ് ഡേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാണ് ലേബർ ഡേ അല്ലെങ്കിൽ എന്നാണ് മെയ് ഡേ? ഓക്കെ, രണ്ടും ഒരേ പേരിലാണ് പറയുന്നത്. സോ എന്നാണ് ഇത് വരുന്നത്? എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാണ്? മെയ് ഫസ്റ്റ്. ഓക്കെ, മെയ് ഫസ്റ്റ്. സോ മെയ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നോർമലി അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതും. സോ നമുക്കതൊന്ന് ഓടിച്ചു നോക്കാം. ഒന്ന്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ കോണ്ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പൊളിറ്റീഷ്യൻ സെലിബ്രേറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും ഞാൻ ഒന്ന് ഓടിച്ച് വായിച്ച് പറഞ്ഞു പോകുന്നത് മാത്രം. ബാക്ക്ഗ്രൗണ്ട്, also known as May Day. May 1 is celebrated to honor the working class and commemorate their struggles for fair wages and better working condition. On the occasion, the International Labour Organization emphasized the importance of renewing commitment to social justice. So, ഇത് ഒരു കാര്യം. പിന്നെ ഇതിൽ നെക്സ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഏരിയയിൽ ഈ ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന സൈഡിൽ ഓൺ 4th May 1886 a bomb went off a protest rally at the Haymarket Square in Chicago അമേരിക്കയിലാണ്, and ended in a riot as workers clashed with the police. അതിൽ ഹേമാർക്ക് മാസിക്കർ എന്ന് വിളിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഇതാണ് referred to as an origin of May 1, May 1st being celebrated as Workers' Day. അതൊന്ന്. പിന്നെ the second international that emerged in 1889 declared May 1st as International Workers' Day. അതുപോലെ തന്നെ പല കേസുകളിൽ as of for India, Labor Day was the first celebrated on May 1st, 1929 in Chennai, known as Madras. 2 meetings were held, Triplicate Beach and another near Madras High Court. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് എന്താണ് മെയ് ഫസ്റ്റ് ലോകത്തിൽ എല്ലായിടത്തും എങ്ങനെയെല്ലാം സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയാണ് മെയ് ഫസ്റ്റ് വന്നത്. സോ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ വാട്ട് ഈസ് ദ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മെയ് ഡേ എന്ന് പറയുമ്പോൾ അതിൽ അറ്റ് ടൈം സെവറൽ കൺട്രീസ് were meeting under the heat of industrialization. Crop failure in 1840s had led to widespread anti-federal appeals collectively called the revolutions of 1848, with Karl Marx, the Communist Manifesto leaving a lasting impact on workers. Okay, ഇതിലെല്ലാം ഇങ്ങനെ പറയുന്ന കുറേ പോയിന്റുകളിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന എംഫസൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ് ആണ്. ഓക്കെ, അതാണ് നമ്മളുടെ ഫോക്കസ് ഏരിയ. അപ്പോൾ മെയ് ഫസ്റ്റ് വർക്കേഴ്സ് ഡേ അല്ലെങ്കിൽ തൊഴിലാളി ദിനം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാത്തിനും ഓരോ ദിവസങ്ങളുണ്ട്. ഇപ്പോൾ വർക്കേഴ്സ് ഡേ, എംപ്ലോയീസ് ഡേ, അല്ലെങ്കിൽ ഇപ്പൊ നോർമലി വുമൻസ് ഡേ, മെൻസ് ഡേ, ചിൽഡ്രൻസ് ഡേ. സോ എല്ലാത്തിനും ഓരോ ദിവസങ്ങളുണ്ട് ടു കൊമമറേറ്റ് ഓൺ സം സ്പെഷ്യൽ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. വർക്കേഴ്സ് ഡേ വരുന്നത് തന്നെ നോർമലി 18th സെഞ്ചുറി എന്ന് പറയാം, ഓർ 17th സെഞ്ചുറിയുടെ 18th ഓർ 19th എന്ന് പറയാം. കാരണം ഇപ്പൊ സെഞ്ചുറി പറയുമ്പോൾ പ്രത്യേകം അറിയാം, നമ്മൾ 18th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1700 മുതൽ 1799 വരെയാണ് 18th സെഞ്ചുറി. ഓക്കെ, ദെൻ 18th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1800 മുതൽ 1899 വരെയാണ്. 1899 വരെയുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് 19th സെഞ്ചുറി എന്നാണ്. ദെൻ 19th മുതൽ 1999 വരെ, അതായത് 1900 മുതൽ 1999 വരെയുള്ളത് 20th സെഞ്ചുറി ആണ്. സോ 2000-ന് ശേഷമുള്ളത് ഇപ്പൊ നമ്മൾ 21st സെഞ്ചുറി ആണ്. ഓക്കെ, വി ആർ ഗോയിങ് ഇൻ 21st സെഞ്ചുറി. അപ്പോൾ ഇതിൽ നമ്മൾ 18th സെഞ്ചുറിയിൽ, അതായത് 1700 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് എന്ത് വന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ ഒരുപാട് മേഖലകളിൽ പഠിച്ചിട്ടുണ്ടാവും. സോഷ്യോളജി പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് ഒരേ ഏരിയകൾ കോണ്ടെക്സ്റ്റുകളുണ്ട്. ആൻഡ് ഇക്കണോമിക്സിലുണ്ട്,
കൊമേഴ്സിലുണ്ട്. സോ പല ഏരിയകളിലും പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. മാത്രമല്ല നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഓർ +2 സ്റ്റാൻഡേർഡ് വരെയൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാ? ദ ബർത്ത് പ്ലേസ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്ന സ്ഥലം ഏതാ? ഏതാണ് സ്ഥലം? ഓക്കെ, സുകൃത കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലേ? കഴിഞ്ഞ സെഷനിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇല്ല, ആദ്യമായിട്ടാ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയുന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ ആരംഭിച്ചത് എവിടെയാ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് വ്യവസായ വിപ്ലവം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. അതിന്റെ ആരംഭം എവിടെ നിന്നായിരുന്നു? എനി ഐഡിയ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ സ്റ്റഡീസിലൊക്കെ 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണത്. എങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അറിയാനും സാധ്യതയില്ല. എങ്കിലും അറിയുന്നത് പറഞ്ഞാൽ മതി. ഏതാണ് രാജ്യം? അറിയില്ല. ഓക്കെ, എനിവൺ, എനി അതർ? വേറെ ആരെങ്കിലും? എനിവൺ ക്യാൻ ആൻസർ. അടുത്ത ആൻസർ പറയുന്ന ആൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ, പിന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അനദർ? എനിവൺ? ഓക്കെ, ബ്രിട്ടൻ. ഓക്കെ, യെസ്. സോ ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ നമുക്ക് അറിയുന്നതാണ്. ബ്രിട്ടൻ ബ്രിട്ടീഷ് കോളനി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയുണ്ട്. നമുക്കറിയാം ഇംഗ്ലണ്ട് എന്നുള്ള പേരിലും ബ്രിട്ടൻ എന്ന പേരിലൊക്കെ നമ്മൾ വിളിക്കുന്നു. ബ്രിട്ടീഷ് എന്നുള്ള കോൺസെപ്റ്റ് പറയാൻ കാരണം ഇറ്റ് വാസ് എൻ എംപയർ. മാത്രമല്ല അതൊരു കൊളോണിയലൈസേഷൻ അല്ലെങ്കിൽ കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. സോ അതായത് അവർ കോളനി ആയിരുന്നു. ഒരു ബ്രിട്ടൻ ഒരു രാജ്യം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അവർ ലോകം മുഴുവൻ എന്തുണ്ടായിരുന്നു? കോളനികൾ സ്ഥാപിച്ച് ബിസിനസ് നടത്തുക എന്നുള്ളതായിരുന്നു. സോ അവിടെ നിന്നാണ് ബ്രിട്ടീഷ് സിസ്റ്റമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് ചെയ്തത്, ഫ്ലറിഷ് ചെയ്തത്. ഇന്ത്യയിലും വന്നു. ഓക്കെ, നമുക്കറിയുന്നതാണ് ഇന്ത്യയിലേക്ക് വന്നത് ഫോർ ബിസിനസ് പർപ്പസ്. അപ്പോൾ പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് ലോകത്തിൽ കച്ചവടം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. ലോകത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് വർക്കിംഗ് ക്ലാസ് ആൻഡ് അതായത് എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്ന പോലെ തൊഴിലാളി മുതലാളി എന്ന് പറയുന്ന രണ്ട് വർഗം. ദീസ് ആർ നോൺ ആസ് ദ ക്ലാസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അവിടെയാണ് തുടങ്ങുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് 1800-കളിൽ ദർ വാസ് എ തിയറി കോൾഡ് മാർക്സിസം. സോ കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ എംഗൽസ് എന്ന് പറയുന്ന വ്യക്തിയും ചേർന്ന് എഴുതിയതാണ് ഈ പറയുന്ന എന്താണ് മാനിഫെസ്റ്റോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അത് അവിടെ നിന്നാണ് സോഷ്യലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള റൈറ്റ്സ് ഓഫ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ നമ്മൾ സാധാരണ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്, മാർക്സിസം ആൻഡ് സോഷ്യലിസം. എക്കണോമിക്സിലുള്ള മെയിൻ ഒരു തിയറിയാണ്. ക്യാപിറ്റലിസം, മാർക്സിസം, സോഷ്യലിസം, ഇക്കണോമിക് കോൺസെപ്റ്റുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതില് മാർക്സിസവും സോഷ്യലിസവും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല. പക്ഷെ there are linkages, കണക്ഷൻസ് ഉണ്ട് കുറെ. അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അതൊരു വൈഡ് ഐഡിയ ആണ്, വളരെ വലിയൊരു വിശാലമായ ഐഡിയ ആണ് സോഷ്യലിസം. അതായത് ലോകത്തിൽ സോഷ്യലിസത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാണാം. അതായത് മനുഷ്യനെല്ലാം എന്തായിരിക്കുക, എല്ലാ രീതിയിലും ഈക്വൽ ആയിരിക്കുക. സോ അത് അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ക്ലാസ് സിസ്റ്റം. ഈ പറഞ്ഞ തൊഴിലാളി മുതലാളി എന്നുള്ള കോൺസെപ്റ്റിലായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ സോഷ്യലിസത്തിന്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ ലോകത്തിൽ സോഷ്യലിസം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ രീതിയിലുമുള്ള സമത്വമാണ്. അതായത് അത് എന്തായിരിക്കാം, ജെൻഡർ ഈക്വാലിറ്റി ആവാം, അല്ലെങ്കിൽ കളർ ഈക്വാലിറ്റി, എല്ലാ രീതിയിലും. അതായത് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതിരിക്കുക. അതുപോലെ മുതിർന്നവർ, എല്ലാ രീതിയിലും നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം, ഇല്ലാതാക്കി ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലിസം. പക്ഷെ അത് നമുക്ക് സിംപ്ലി നോക്കിയാൽ അറിയാം, പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരിക്കലും നടപ്പിലാക്കാൻ ഈസി അല്ല. ഒരിക്കലും, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഈസി അല്ല എന്ന് മാത്രമല്ല, ലോകത്തിൽ നടപ്പിലാവില്ല എന്നും പറയാം. കാരണം സോഷ്യലിസം ഈസ് എ ഡ്രീം. ഓക്കെ, സോഷ്യലിസത്തിനെ കുറിച്ച് പറയുന്നത് തന്നെ അതൊരു കോണ്ടെക്സ്റ്റ് ആണ്. സോഷ്യലിസത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്, അതൊരിക്കലും അവസാനിക്കാത്തൊരു യാത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലോകത്തിൽ സോഷ്യലിസം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അതിനെ ആ ഒരു ആശയമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ പറയാം അത് ഉടനെ വരും, നടപ്പിലാവും എന്നൊക്കെ പറയാം. പക്ഷെ അതിനെ സിംപ്ലി നോക്കിയാൽ അറിയാം, ലോകത്തിൽ നമുക്ക് മനുഷ്യന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ഒരാൾ മറ്റൊരാളെക്കാൾ ഉയർന്നു വരുന്നത്
സമ്മതിക്കില്ല, അല്ലെങ്കിൽ ദർ ഇസ് എ ഡിഫറൻസ്. അത് തന്നെയാണ് ലോകത്തിൽ ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും ഓൺ ഡിഫറെന്റ് മാറ്റേഴ്സ്, പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഐഡിയോളജികളുണ്ട്. അതായത് സോഷ്യലിസം നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ഐഡിയോളജികളുണ്ട്, ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജി. അതിൽപ്പെട്ട ഒരു ഐഡിയോളജിയാണ് എന്ത്, മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിസത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിലുള്ള സൊസൈറ്റി ഉണ്ടാവുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഐഡിയോളജി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് മാർക്സ്. ഇപ്പോൾ മാർക്സ് എഴുതി വെച്ച കാര്യങ്ങളാണ് മാർക്സിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ മാർക്സും ഏംഗൽസും രണ്ടുപേര് ചേർന്ന് എഴുതിയതാണ് മാർക്സിയൻ ഐഡിയോളജിയാണത്. അപ്പോൾ അന്ന് മാർക്സ് പറഞ്ഞത് ഈ പറഞ്ഞ ഇന്ന് കാണുന്ന കോൺസെപ്റ്റിനേക്കാൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ വെച്ച് പറഞ്ഞതാണ്. അന്നത്തെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലാളി മുതലാളി എന്നുള്ള പ്രശ്നമാണ്. അതായത് സോഷ്യൽ സൊസൈറ്റിയിലുള്ള ഇനീക്വാലിറ്റി അതാണ്. അപ്പോൾ കാശുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം. എന്നാൽ നമ്മൾ നോക്കിയാൽ കാണാം, സത്യത്തിൽ അതാണ് ഏറ്റവും വലിയ അന്തരം എന്ന് പറയാം. ലോകത്തിൽ ഇപ്പോഴും കാണുന്ന അന്തരം അതാണ് ഏറ്റവും വലുത്. ആൻഡ് റിലീജിയസ് കാസ്റ്റ് എന്ന് പറയുന്ന കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട്. അത് ഉണ്ടെങ്കിൽ പോലും നോർമലി ഏറ്റവും വലിയ അന്തരം എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇക്കണോമി എന്നുള്ള, അല്ലെങ്കിൽ സാമ്പത്തികവും ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള അന്തരമാണ് ഏറ്റവും വലിയ അന്തരമായിട്ട് മാർക്സിന്റെ കോൺസെപ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അതിൽ തൊഴിലാളി മുതലാളി എന്നുള്ള വ്യത്യാസം അതിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെയാണ് ഈ മാർക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ആശയങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് നമ്മൾ ഈ മെയ് 1 എന്ന രീതിയിൽ എത്തി നിൽക്കുന്ന, മെയ് 1 വരെ എത്തി നിൽക്കുന്ന തൊഴിലാളികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാരണം അതാണ്. നമ്മൾ ഈ മാർക്സിയൻ ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയോളജിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. എന്നാൽ ഇതേപോലെയുള്ള വേറെ എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസം. സോ ക്യാപിറ്റലിസത്തിൽ വർക്കിംഗ് ക്ലാസ് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കുറയും. അവിടെ എംപ്ലോയി എംപ്ലോയർ എന്നുള്ള കോൺസെപ്റ്റ് അവിടെയാണ് വരിക. അപ്പോൾ നോർമലി വ്യത്യാസം എന്ന് പറയുന്നത്, എംപ്ലോയി എംപ്ലോയർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറച്ചും കൂടി എന്താവുന്നു, ഈ ആദ്യകാലങ്ങളിലാണെങ്കിൽ മാസ്റ്റർ സെർവന്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ആയിരുന്നു. ഓക്കെ, മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് എന്നാണ് ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്നത്, തൊഴിലാളി മുതലാളി. എന്നാൽ നൗ വി കോൾ ഇറ്റ് ആസ് എംപ്ലോയർ എംപ്ലോയി. അപ്പൊ എംപ്ലോയർ എംപ്ലോയി എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ഒരു ക്ലാസ് ഡിഫറൻസ് കുറച്ച് കുറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. സോ അത് ജനറലി ഉണ്ട് എന്ന് പറയാം കുറച്ചുകൂടി. മാത്രമല്ല ഇപ്പൊ നോക്കിയാൽ അറിയാലോ, ഒരുപാട് ട്രേഡ് യൂണിയനുകളുണ്ട്. ആദ്യകാലങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റപ്പെട്ടു. ഒരുപാട് ട്രേഡ് യൂണിയൻ ഉണ്ട്. ട്രേഡ് യൂണിയനിസം എന്ന് പറയുന്നത് നിയമപരമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയൻസ് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ILO, ഓക്കെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർനാഷണലി എന്ത് ചെയ്യുന്നു, തൊഴിലാളികളുടെ വെൽഫെയർ ആണ്. ഓക്കെ, അവിടെ അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. ഇത് മാത്രമേ ഇതിൽ കോൺസെപ്റ്റ് ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു പോയിന്റ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നതാണ്. ബയോ ഹാക്കിംഗ്, ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ നോക്കാം. ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇറ്റ് വാസ് എ മീറ്റിംഗ്. ഓക്കെ, ബയോ ഹാക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബൌട്ട് ബയോ ഹാക്കിംഗ്, ദ ഇവന്റ് പ്രൊവൈഡഡ് എ പ്ലാറ്റ്ഫോം ഫോർ discussion, knowledge sharing and innovative ideas related to enhancing the human health and performance through cutting edge technology, lifestyle modification. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ്, ഇതൊരു മീറ്റിംഗ് ആണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്ന സിസ്റ്റം അതല്ല ഉദ്ദേശിക്കുന്നത്. ഹാക്കത്തോൺ എന്ന് വിളിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് തുടർച്ചയായി നടത്തപ്പെടുന്ന മീറ്റിങ്ങുകൾ, അതാണ് ഹാക്കത്തോണുകൾ. ഓക്കെ, നമ്മൾ ഇടയ്ക്ക് കാണാം, IT റിലേറ്റഡ് ഉണ്ട്, കുറെ രീതികളിലുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് നടക്കപ്പെടുന്ന മീറ്റിങ്ങുകളെ വിളിക്കുന്ന ഒരു ടേമാണ് ഹാക്കത്തോൺ. HACK തന്നെ, HACK THOAN, ഹാക്കത്തോൺ THONE. സോ ഹാക്കത്തോണുകൾ ഉണ്ട്. ഇവിടെ കോൺസെപ്റ്റ് ബയോ ഹാക്കത്തോൺ ആണ്, അല്ലെങ്കിൽ ബയോ ഹാക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബയോ ഹാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഹെൽത്ത് ടെക്നോളജി എന്ന് പറയാം. അപ്പോൾ കൂടുതൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, it refers to the practice of using science and technology to optimize and enhance human body performance and well-being. ഇപ്പൊ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മനുഷ്യന്റെ വെൽബീയിങ് കൂട്ടുക എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമുക്കിപ്പോൾ അറിയുന്നതാണ്. പല രീതിയിലും ഹ്യൂമൻ ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വൈറസ് കോൺസെപ്റ്റ് വന്നപ്പോൾ നമ്മൾ കോവിഡിന് ഉള്ള വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കോവിഡ് വന്നത് ഇന്ത്യയിൽ
റിപ്പോർട്ട് ചെയ്തത് എന്നായിരുന്നു? ഫസ്റ്റ് റിപ്പോർട്ടഡ് ഓൺ ഇന്ത്യയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ്? അനന്യ. ഓക്കെ, ഞാൻ ചോദിക്കാം, ഓരോരുത്തരുടെ ചോദിക്കാം. അറിയില്ല സർ. ഓക്കെ, ദെൻ എനിവൺ ക്യാൻ. ആർക്കും ആൻസർ പറയാം. അതായത് ഓക്കെ, വർഷം അറിയില്ലേ അനന്യ? വർഷം പറഞ്ഞാലും മതി, ഇയർ. 2019. ഇന്ത്യയിൽ ഓക്കെ 2019 ഇറ്റ് വാസ് ഇൻ ചൈന. ഓക്കെ, ചൈനയിൽ റിപ്പോർട്ട് ചെയ്തതാണ് 2019. ഇന്ത്യയിൽ 2020ലാണ്. ഓക്കെ 2020ലാണ്. ഓക്കെ 2019 നവംബർ 17 ആണ് ചൈനയിൽ ഇത് പുറത്തു വന്നതായിട്ട് ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ചൈന ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ചൈന പൊതുവെ മാധ്യമങ്ങൾ ഓപ്പൺ അല്ല, അതായത് ഇന്റർനാഷണലി വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന മാധ്യമങ്ങളല്ല. അവർ അവിടെ മാത്രം ഉള്ള കാര്യങ്ങൾ അവർ പുറത്തുവിടും. ഗവൺമെന്റ് പുറത്തു വിട്ടോളാൻ പറഞ്ഞാൽ പുറത്തു വിടുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചൈന ഒരു ക്ലോസ്ഡ് ആണ്. കുറേ കാര്യങ്ങൾ ചൈന വളരെയധികം സീക്രട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയുടെ വിവരങ്ങൾ പുറത്തു വിടാറില്ല അധികം. ചൈന ഗവൺമെന്റ് പറഞ്ഞാൽ മാത്രം, അതായത് കാരണം ചൈനീസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൺട്രോൾഡ് ബൈ CPC, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സോ അവിടുത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ഫുള്ളി കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ് സിസ്റ്റം. ഗവൺമെന്റ് ആരാണെന്ന് ചോദിച്ചാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസം ആണ് അവിടെ ഫോളോ ചെയ്യപ്പെടുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി. പക്ഷേ അവിടെ ഇക്കണോമിക്കലി പറഞ്ഞാൽ, സാമ്പത്തികം നോക്കിയാൽ ദേ ആർ ഫോളോയിങ് ക്യാപിറ്റലിസം എന്ന് പറയാം. കാരണം ചൈന വളർന്നത് ബിസിനസ്സിലൂടെയാണ് ഇപ്പോൾ. അപ്പോൾ അതൊരു വേറെ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ കാരണം, ചൈനയിൽ 2019 നവംബർ 17 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നത്. ഇന്ത്യയിൽ 2020ലാണ്. ഓക്കെ, ഡേറ്റ് ആർക്കെങ്കിലും അറിയുമോ? ഡേറ്റും സ്ഥലവും എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം? എനിവൺ? തൃശ്ശൂരാണോ? യെസ്, തൃശ്ശൂരാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഡേറ്റ് അറിയില്ല സർ. ഓക്കെ, തൃശ്ശൂരാണ് റിപ്പോർട്ട് ചെയ്തത്. ആൻഡ് തൃശ്ശൂർ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡന്റിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആൻഡ് ഇറ്റ് വാസ് ഓൺ 30th ജാനുവരി. ഓക്കെ, ജനുവരി 30-ാം തീയതിയാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദ്യങ്ങളിൽ ജനറലി ചോദിക്കുന്നതാണ്, കാരണം അതൊരു ഹിസ്റ്ററി ആയി മാറി ഇപ്പോൾ നമ്മൾ. കാരണം ഹിസ്റ്റോറിക് മൊമെന്റ് എന്നൊക്കെ വിളിക്കാവുന്ന ടേമിലേക്ക് മാറിക്കഴിഞ്ഞു. ആൻഡ് പിന്നെയുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ, ഈ കോവിഡ് ഒരു ഇന്റർനാഷണൽ കോൺസെപ്റ്റിൽ ഇതൊരു പാൻഡമിക് ആയിട്ട്, എന്താണ് പാൻഡമിക് എന്നറിയാലോ? പാൻഡമിക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ, അതായത് പാൻഡമിക് ഉണ്ട്, എപ്പിഡമിക് ഉണ്ട്. സോ 2-3 ടേമുകളുണ്ട്. അപ്പൊ ഈ പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് ഇൻ എ ക്ലോസ് സർക്യൂട്ട് എന്ന് പറയാം. അതായത് വിത്തിൻ എ കൺട്രി, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ പ്രദേശത്ത് മാത്രം കാണുന്ന ഒരു ഡിസീസ്, ഒരു രോഗാവസ്ഥയാണ്. അപ്പൊ അത് ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ്, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ വൈഡ് സ്പ്രെഡ് അല്ല എന്നുള്ളതാണ് പ്രത്യേകത എപ്പിഡമിക്. എന്നാൽ പാൻഡമിക് എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ എന്തായി കഴിഞ്ഞു, വൈഡ് സ്പ്രെഡ് ആയി. ഏകദേശം ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെ 2/3 ഒക്കെ, അല്ലെങ്കിൽ മോർ ദാൻ, നമ്പർ നോക്കുകയാണെങ്കിൽ നമ്പർ പറയുന്നുണ്ട്. സോ വളരെയധികം രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് പാൻഡമിക്. സോ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്നാണ് പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത്? എന്നാണ്? ഓക്കെ, ഞാൻ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ. അർജുൻ എനി ഐഡിയ? പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ഏത് ഡേറ്റ്, മന്ത് പറഞ്ഞാലും മതി. അർജുൻ ഓക്കെ, ഓഡിബിൾ അല്ലേ? ഹലോ, ഓഡിബിൾ അല്ലേ അർജുൻ? ഇല്ലേ, എവിടെ പോയോ? ഹലോ. ഓക്കെ, ദേവിക. ദേവിക കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. സോ ഓക്കെ, എനി ഐഡിയ? മന്ത് പറഞ്ഞാലും മതി. ഓക്കെ ഫൈൻ. സോ ഓക്കെ, അത് വരുന്നത് ഓക്കെ. എനിവൺ വേറെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ ഇതൊരു ഡിസ്കഷൻ പോലെ കണ്ടാൽ മതി. ഡിസ്കഷൻ ആണ്. ആൻഡ് ആക്ച്വലി ഇത് ഡിസ്കഷൻ കൂടിയാണല്ലോ.
യെസ് മാർച്ചിലാണ്. മാർച്ച് ഡേറ്റ് ഓർമ്മയുണ്ടോ? ഡേറ്റ് ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല സർ. ഓക്കെ ഒരു ഓക്കെ മാർച്ചാണ്. യെസ് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അല്ല നോർമലി നമുക്ക് ഞാനിതൊരു എന്താണ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇപ്പൊ ക്വസ്റ്റ്യനിലൊന്നും കാണുന്നില്ല എങ്കിൽ പോലും വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ ചോദ്യം വന്നാൽ നമ്മൾ എന്താണ് അയ്യോ ഇത് അറിയാമായിരുന്നല്ലോ എന്നുള്ള കോണ്ടക്സ്റ്റ് തോന്നും. കാരണം ചിലപ്പോൾ ഓപ്ഷനിലെല്ലാം മാർച്ച് ആയിരിക്കും തരിക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂസിങ് അല്ലെങ്കിൽ പ്രശ്നം വരിക. കാരണം ഡേറ്റ് അറിയില്ല. അപ്പോൾ 11th മാർച്ചാണ്. ഓക്കെ, 11 മാർച്ച് 11 2020 ആണ് ഡിക്ലെയർ ചെയ്തത് പാൻഡമിക് ആയിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഓക്കെ പിന്നെ ഹിസ്റ്ററി ആയി മാറി എന്ന് പറയാം. ഓക്കെ, സോ ഇന്ത്യയിൽ നമ്മളിത് പറയാൻ കാരണം ഇന്ത്യ റിസർച്ച് ഗോട്ട് റിസർച്ച് ഓൺ അതിനുശേഷം കുറെ കാലത്തിന് ശേഷം വാക്സിൻ റിസർച്ച് ചെയ്തു. ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ട് നിർമ്മിച്ച വാക്സിൻ ഉണ്ട്. ഏതായിരുന്നു കോവിഡ് വാക്സിൻ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ? ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ ഏതായിരുന്നു? ഐ തിങ്ക് കോവാക്സിൻ. യെസ്. വേറെ ഒരു വാക്സിൻ കൂടി ഉണ്ടായിരുന്നത് ഏതായിരുന്നു? എല്ലാവരും എടുത്തിട്ടുള്ളതല്ലേ? കോവിഷീൽഡ്. കോവിഷീൽഡ്. ഓക്കെ, സോ കോവാക്സിൻ ആൻഡ് കോവിഷീൽഡ് 2 വാക്സിൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഇന്ത്യയിൽ ഫുള്ളി ഇൻഡിജിനസ്ലി മെയ്ഡ് എന്ന് ചോദിച്ചാൽ, ഇൻഡിജിനസ്ലി എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ കൺട്രി അല്ലെങ്കിൽ വിത്തിൻ ദ ഏരിയ എന്ന് പറയാം. സോ ഈ ടെറിട്ടറിയിൽ തന്നെ വെച്ച് നിർമ്മിക്കുകയും എല്ലാം റിസർച്ച് ഒക്കെ നടത്തിയത് കോവാക്സിൻ ആണ്. കോവിഷീൽഡ് ആണ് പക്ഷേ കൂടുതൽ ആൾക്കാർ എടുത്തത്. കോവിഷീൽഡ് ആക്ച്വലി നിർമ്മിച്ചത് പുറത്താണ്, അതിന്റെ പേറ്റന്റ്. ഓക്കെ, അതായത് നിർമ്മിച്ചത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ, പക്ഷെ അതിന് പേറ്റന്റ് വേറെ രാജ്യക്കാരാണ്. വേറെ രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ആൻഡ് അതിന് വേറൊരു കമ്പനി ഉണ്ട്. അപ്പൊ അവർക്കാണ് അതിനുള്ള എന്തുണ്ടായിരുന്നു പേറ്റന്റ്. ഇന്ത്യൻ കമ്പനി അത് നിർമ്മിച്ചു എന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ ഇത് പറയാൻ കാരണം ഈ ബയോ ഹാക്കിംഗ് എന്നുള്ള ടേം ഇവിടെ വരാൻ കാരണം ഇത്തരത്തിൽ ടെക്നോളജി ഹെൽത്ത് റിലേറ്റഡ് ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇത്തരം ഏരിയയിൽ അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായ സമയങ്ങളിൽ വി ഹാവ് ടു ഗോ ഫർദർ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇഷ്യൂസ് നേരിടും. ഓക്കെ, അപ്പൊ ഇന്ത്യ ആ കാലങ്ങളിൽ കുറെ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ മൈത്രി എന്ന പേരിലൊക്കെ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ മൈത്രി വേറെയുണ്ട്. അപ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് നമ്മളുടെ നൈബറിംഗ് കൺട്രീസിനൊക്കെ വാക്സിൻ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ചെയ്ത കാര്യങ്ങൾ അത് വളരെയധികം നല്ല കോൺസെപ്റ്റുകൾ തന്നെയായിരുന്നു. കാരണം ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇപ്പൊ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ഫ്രീ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇന്ത്യ കൊടുത്തത് പല വാക്സിനും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ കാരണം നൈബേഴ്സ് ആർ ഫസ്റ്റ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഇന്ത്യ കുറെ രാജ്യങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഇന്ത്യയെക്കാൾ പിന്നിലുള്ള ദരിദ്ര രാഷ്ട്രങ്ങളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ. എന്നാൽ അമേരിക്ക പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ചെയ്തത് അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് വളരെ മുന്നിലുള്ള രാജ്യങ്ങളാണ്. പക്ഷെ അവർ ചെയ്തത് ഇത്തരം വാക്സിൻസ് എല്ലാം വാങ്ങിക്കൂട്ടി. അപ്പോൾ അതിനെതിരെ ഒരു വലിയ ടീമൊക്കെ ഉണ്ടായതാണ് അന്ന്. അപ്പൊ അത് വലിയ ന്യൂസുകളിലൊന്നും അന്ന് വന്നില്ല. ബട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചെയ്തത് ഇത്തരം വാക്സിൻ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം എന്ത് ചെയ്തു, കമ്പനികളിൽ നിന്നും എല്ലാ ദിക്കിൽ നിന്നും വാങ്ങി സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ കാരണം അവരുടെ രാജ്യത്തുള്ളവരെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുക, അതും കാശ് കൊടുത്ത് വാങ്ങി അവർ വിൽക്കുന്നത് തന്നെ കാശിനായിരുന്നു. ആവശ്യപ്പെട്ടാൽ അവർ കാശിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഫ്രീ ആയിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്ത്യയിൽ അത് ഓൾമോസ്റ്റ് ഇന്ത്യ ഒരു അത്രയധികം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ കമ്പനികൾ എല്ലാം അത്രയധികം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള കമ്പനികളായിരുന്നു. ഓക്കെ, ഈവൻ ദാൻ അമേരിക്കൻ കമ്പനീസ്. അമേരിക്കയിലുള്ള കമ്പനികളെക്കാൾ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, സോ അതിന്റെ എന്താണ് പ്ലസ് ആൻഡ് മൈനസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സ്ട്രീറ്റ് വെൻഡിങ് ആക്ട് 2014 എന്ന് പറയുന്നത്. ഇത് 2014 ഇതിന് കാരണം എ ഡിക്കേഡ് ഹാസ് പാസ്ഡ് സിൻസ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് came into effect on May 1st, 2014. സോ 2014 എന്ന് പറയുന്നതാണ് ഇത്. ആക്ച്വലി പുതിയതാണ്. ഇപ്പൊ 2024 ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് 14 എന്നുള്ളത് പഴയതാണ്. ആക്ച്വലി അത് പുതിയത് വന്നതായിട്ടാണ് ന്യൂസ് ഉള്ളത്. അപ്പൊ ഇതിൽ കുറെ അമെന്റ്മെന്റ് വന്നിട്ട് പുതിയതായിട്ട് വരികയാണ് ചെയ്തത്. 14 അല്ല, ഐ തിങ്ക് 24. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഈ സ്ട്രീറ്റ് വെൻഡിങ് ആക്ടിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ആരാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ്? എല്ലാവർക്കും അറിയുന്നതാണ്. സ്ട്രീറ്റ് വെൻഡിങ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത്, ഇന്ത്യയിൽ എവിടെ ചെന്നാലും നമുക്കറിയാം സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ്. ആൻഡ് ദേ ആർ ലിവിങ് വിത്ത്, അല്ലെങ്കിൽ അവരുടെ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത്
ഈ പറയുന്ന കച്ചവടമാണ്. അപ്പൊ ഇത് ചെറിയ തട്ടുകടകൾ തുടങ്ങി. പക്ഷെ അതിനെതിരെ ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും കച്ചവടക്കാർ ഇതിനെതിരെ നിൽക്കുന്നുമുണ്ട്. ബിക്കോസ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് നിയർ ബൈ പ്ലേസുകളിൽ തന്നെ പലരും ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം സാധാരണ കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ കച്ചവടം എന്താവും? ഇല്ലാതാവും. അപ്പോ കാരണം ചെറിയ കച്ചവടക്കാര് എന്തെങ്കിലും സാധനങ്ങൾ വണ്ടികളിലോ അല്ലെങ്കിൽ സൈക്കിളിലോ ഒക്കെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വെച്ച് പെട്ടെന്ന് വിൽക്കും. പെട്ടെന്ന് വിറ്റ് കാലിയാക്കി പോവും. അപ്പോ സംഭവിക്കുന്നത് റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവരെല്ലാം ഇത് വാങ്ങും. കടകളിൽ കയറി ആരും എന്ത് ചെയ്യുന്നില്ല, വാങ്ങാൻ വരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇപ്പോ ലേറ്റസ്റ്റ് പലരും കണ്ടിട്ടുണ്ടാവും, അതിനെതിരെ പലരും പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ പല അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ കുറെ പ്രൊട്ടസ്റ്റുകൾ കണ്ടതാണ്. അപ്പോൾ ഇത് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ കോൺസെപ്റ്റിൽ പറയാൻ കാരണം, സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലാത്ത സംഭവമായിരുന്നു. അപ്പോൾ ഇവിടെ ഇവർക്കായിട്ട് ഒരു പെർമനന്റ് ഏരിയ, വെൻഡിങ് ഏരിയ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ദ ആക്ട് പ്രൊവൈഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ടൗൺ വെൻഡിങ് അതോറിറ്റി ഇൻ ഈച്ച് ലോക്കൽ അതോറിറ്റി ഫോർ ഇംപ്ലിമെന്റിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബിൽ എന്ന് പറയുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരു ടൗൺ വെൻഡിങ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു അതോറിറ്റിയെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇവർക്ക് കൃത്യമായ സ്ഥലം കൊടുത്ത് കൃത്യമായ സ്ഥലത്ത് ഇവരെന്ത് ചെയ്യുക? ഒരു കൃത്യമായ പ്ലേസ് ഇവർക്ക് ഒരുക്കി കൊടുക്കുക. അത് പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ അങ്ങനെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇത് ഒരു സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതായത് ഇത്തരം കച്ചവടക്കാർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ മാർക്കറ്റ് എന്ന പേരിൽ ഒരു ഏരിയ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട്. കാരണം അവിടേക്ക് ആരും വന്ന് വാങ്ങുന്നില്ല, അതൊരു ഒറ്റപ്പെട്ട സ്ഥലമായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. പ്ലസ് ഇപ്പോൾ വേറെ കുറെ കോണ്ടാക്ട്സുകൾ ഉള്ളത് ഇതുപോലെ തന്നെ കോർപ്പറേഷൻ തന്നെ. ഇപ്പൊ നമ്മൾ അറിയാലോ, ഇപ്പൊ ഒരു നടക്കുന്നതിന് നമുക്കൊരു വാക്ക് വേ പണിതിട്ടുണ്ട്. അപ്പൊ ഈ വാക്ക് വേയുടെ ഭാഗമായിട്ട് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ ചില സ്ഥലങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡ് കഫേറ്റീരിയ പോലെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങാനുള്ള പ്ലാനുകൾ. അപ്പൊ അതെല്ലാം ഓരോ പ്ലാനുകളാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ചില സ്ഥലങ്ങളിലുണ്ട്. ചില സ്ഥലങ്ങളിൽ അണ്ടർപാസുകളിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിന് ഏരിയ കൊടുക്കും. ചില സ്ഥലത്ത് വലിയ ഏരിയകളുടെ ഉള്ളിൽ കൊടുക്കും. ഉദാഹരണത്തിന് ബോംബെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ മാർക്കറ്റുകളുണ്ട്, അതായത് ക്ലോസ്ഡ് മാർക്കറ്റ്സ് ആണ്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള കച്ചവടക്കാർക്ക് സ്ഥലം കൊടുത്ത് വാടക വാങ്ങുന്ന രീതി. ഓക്കെ, ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ബിക്കോസ് അതിന് പല കാരണങ്ങളുണ്ട്. സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചെറിയ കച്ചവടക്കാർ എന്ന് ചിന്തിക്കുമ്പോഴും ദേ ആർ കോൺട്രിബ്യൂട്ടിങ് ഹയർ ടു ദ ഇന്ത്യൻ ഇക്കോണമി. അതായത് ഇവരെ മൊത്തത്തിൽ ഈ ഒരു ടേം പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സെക്ടറുകളെ വിളിക്കുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നാണ്. അതായത് അസംഘടിത തൊഴിലാളികളാണ് ഇവർ. അപ്പൊ അസംഘടിതർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് യൂണിയനുകളോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇപ്പൊ ഒരു സാധനം വിൽക്കുക, പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ അവർ നടത്തുന്ന ഇക്കണോമിക് ആക്ടിവിറ്റി വളരെ വലുതാണ്, കച്ചവടവും വളരെ വലുതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. സോ ദേ ആർ പ്രൊമോട്ടിങ് ആൻഡ് ഗിവിങ് മച്ച് മണി. അപ്പൊ അതൊരു ചെറിയ സംഭവം അല്ല. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഒരു സ്ലൈഡ് നോക്കാനുള്ളത്. 1 സെക്കൻഡ്, ഞാനത് ഷെയർ ചെയ്യാം. ഐ തിങ്ക് CA for 39. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോ കാണാനില്ലേ? വിസിബിൾ അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതില് ഇറ്റ്സ് അബൌട്ട് എ വോൾക്കാനോ, La Coubre. And on March, La Coubre erupted for the first time since 2020, NASA's Earth Observatory reported. When lava began slowly steeping out of a fissure near the summit of the volcanoes for 850 foot tall southeast flank and dribbling down the mountains, tree-covered slopes, the river molten rock reached. Okay, background പറയുന്നു, youngest Galapagos Islands ആണ്, is the most volcanically active islands. La Coubre volcano lies directly stop the mantle plume or hot spot produce all the Galapagos Islands. Okay, so ഇത് ഈ വോൾക്കാനോന്റെ പ്രത്യേകത, വോൾക്കാനോന്റെ പേര് അറിഞ്ഞിരിക്കുക. അത് ലാ കുബ്രെ ആണ്. ഇറ്റ്സ് എ വോൾക്കാനോ ഓൺ ഫെർണാഡിന ഐലൻഡ് ഇൻ ദ ഗാലപ്പഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നതാണ്. So Galapagos are typically rich in sulfur dioxide and have little ash.
ഈ ഗാലപ്പഗോസ് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. ഗാലപ്പഗോസ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഐലൻഡ് ആണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐലൻഡ്, അതായത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഏതാണ്, നമ്മുടെ ഹ്യൂമൻ ഇവല്യൂഷൻ എന്ന് പറയുന്നത് നടന്ന, അതായത് അതുമായി ബന്ധപ്പെട്ടെല്ലാം പറയുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഗാലപ്പഗോസ് എന്ന് പറയുന്നത്. സോ അതില് ഡാർവിൻ എന്ന് പറയുന്ന ചാൾസ് ഡാർവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ഇവല്യൂഷൻ തിയറി ഒക്കെ പഠിച്ചിട്ടുള്ളത് ഈ ഗാലപ്പഗോസ് ഐലൻഡ് ആണ്. ആൻഡ് ഗാലപ്പഗോസ് ഐലൻഡിൽ തന്നെ ഡാർവിൻ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഗാലപ്പഗോസ് ഐലൻഡ് നോർമലി ഹ്യൂമൻ എവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ മനുഷ്യവാസം അധികം ഇല്ലാത്ത സ്ഥലമാണ്. കൂടുതലും വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നിയർ ടു എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം, അതായത് പൂർണ്ണമായിട്ടും വംശനാശത്തിന്റെ അടുത്ത് നിൽക്കുന്നതുമായ കുറെ ജീവികൾ ഉള്ളത് ആ സ്ഥലമാണ് ഉണ്ടായിരുന്നു. സോ അവിടെയാണ് ഡാർവിൻ എന്ത് ചെയ്തത്, പരീക്ഷണം നടത്തിയത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ എല്ലാ ജീവികളിലും പരീക്ഷണം നടത്തുന്നത് അവിടെ വെച്ചിട്ടാണ്. പരിണാമം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂമൻ എവല്യൂഷൻ, അല്ലെങ്കിൽ ഹ്യൂമൻ ചേഞ്ച് ഉണ്ട്, ഇതുപോലെ ജീവികളുടെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറെ ബുക്കുകൾ ഉണ്ട്. ഓക്കെ, ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുന്ന കുറെ ബുക്കുകൾ ഉണ്ട്. അപ്പോൾ അതിൽ 1 സെക്കൻഡ്, ഞാനൊരു ബുക്കിന്റെ പേര് പറയാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. സോ ബുക്കുകളുടെ കോൺസെപ്റ്റിൽ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറെ ബുക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ വൺ ഓഫ് ദ ഫേമസ് ബുക്കാണ് സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഓക്കെ, സാപ്പിയൻസ്, എനിവൺ ഹേർഡ് സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്, ഇനി ഐഡിയ? എനിവൺ? ഓക്കെ, ഞാൻ ചോദിക്കാം. കൃഷ്ണപ്രിയ ഓഡിബിൾ അല്ലേ? കൃഷ്ണപ്രിയ ഓക്കെ ഓക്കെ ഓക്കെ. സോ കേട്ടിട്ടുണ്ടോ ഈ സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്കിന്റെ പേര് കേട്ടിട്ടുണ്ടോ? സാപ്പിയൻസ് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ എഴുതിയത് ആരാന്ന് അറിയില്ല. ഓക്കെ, ഫൈൻ, യെസ്, ഗുഡ്. ഓക്കെ, സാപ്പിയൻസ് അതുപോലെ തന്നെ സാപ്പിയൻസ് മാത്രമല്ല, സാപ്പിയൻസ് റിലേറ്റ് ചെയ്തിട്ട് 2-3 ബുക്കുകൾ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സാപ്പിയൻസ് അറിയാലോ, നമ്മൾ മനുഷ്യനെ കുറിച്ചുള്ളതാണ്. മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ആദ്യത്തെ രൂപങ്ങൾ നമ്മൾ നിയാണ്ടർത്താൽ എന്നൊക്കെ പറയുന്ന ഓരോ കാലഘട്ടത്തിലും ഓരോ ഇവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന് ഇവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല മനുഷ്യൻ. പിന്നെ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ മനുഷ്യന് പല രൂപപരിണാമങ്ങളും വന്നിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലാ മൃഗങ്ങളും 4 കാലിലാണ് നടക്കുന്നത്. ഓക്കെ, നമ്മളുടെ കൈയും കാലും നോക്കിയാലും ആക്ച്വലി എന്തുപോലെ തന്നെയാണ്, 4 കാല് പോലെയാണ്. അപ്പൊ പക്ഷേ നമ്മളിപ്പോൾ വിളിക്കുന്നത് ഇരുകാലിയാണ് മനുഷ്യൻ എന്നാണ്. നമ്മൾ നിവർന്നു നിന്നു. ആക്ച്വലി ഹ്യൂമൻ ബീങ്സ് ആർ നൗ ലുക്കിംഗ് ലൈക്ക്, എന്താണ്, നിവർന്നു നിന്നിരിക്കുന്ന പോലെയാണ്. ശരിക്ക് ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഒരു മൃഗം പോലെ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, 4 കാലിൽ നടക്കുന്ന രീതി തന്നെയാണ്. സോ അത് ഇവല്യൂഷനിലൂടെ മാറ്റപ്പെട്ടതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പ്ലസ് ഇപ്പോൾ കുരങ്ങൻ, അതായത് മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഗൊറില്ലാസ് അല്ലെങ്കിൽ തന്നെ മങ്കീസ്. സോ ഇത് ഇവല്യൂഷനിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇവല്യൂഷനായിട്ട് മനുഷ്യനെ പറയുന്നുണ്ട്. സോ ഇങ്ങനെ കുറേ, അതിൽ തന്നെ കുറേ തിയറികളുണ്ട്. അത് വേറൊരു ഏരിയ ആണ്, ടോപ്പിക് വേറെയാണ്. എങ്കിൽ പോലും ഇപ്പൊ സാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് പറയാൻ കാരണം, സാപ്പിയൻസ് ഒരു ബുക്കാണ്. അതുപോലെ തന്നെ സാപ്പിയൻസുമായി ബന്ധപ്പെട്ട് 21st സെഞ്ചുറി ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതായത് സാപ്പിയൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പാസ്റ്റും പിന്നെ മനുഷ്യന്റെ പ്രസന്റും ആൻഡ് മനുഷ്യന്റെ ഫ്യൂച്ചറും, ഇതിനെ മൂന്നിനെയും ബേസ് ചെയ്ത് 3 രീതിയിലുള്ള ബുക്കുകളാണ് വരുന്നത്. അത് യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന ഒരാളുടെ റൈറ്റർ ആണ്. ഓക്കെ, യുവാൽ നോവ ഹരാരി. സോ YUALNOAH, നോവ അല്ലെങ്കിൽ നോഹ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലെ നോവ, ഹരാരെ HARRER. ഓക്കെ, സ്പെല്ലിംഗ് മേ ബി ഡിഫറൻസ് ഉണ്ടാവാം. പേര് വരുന്നത് യുവാൽ നോവ ഹരാരെ എന്നാണ്. ആൻഡ് ഹീസ് ആൻ ഇസ്രായേൽ റൈറ്റർ. ഓക്കെ, ഇസ്രായേൽ റൈറ്റർ ആണ്. സോ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പ്ലസ് ഹീസ് നോർമലി ഒരുപാട് സ്പീച്ചുകളും ഒക്കെ ഉള്ളതാണ് യുവാൽ നോവ ഹരാരയുടെ. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. പ്ലസ് പക്ഷേ
നോർമലി ആ ഒരു മേഖലയിലുള്ള ബുക്ക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ല, നോവലൊന്നുമല്ല. ബട്ട് ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മനുഷ്യന്റെ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ടും അതിൽ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യൻ പണ്ട് എന്തായിരുന്നുവെന്നും അതിന്റെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സിസ്റ്റവും ദെൻ ഇനി മനുഷ്യൻ ഭാവിയിൽ എന്തായിരിക്കുമെന്നും ഇത് മൂന്നും വരുന്ന കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന വളരെ സയന്റിഫിക് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് മൂന്നും. സോ സീരീസ് പോലെയാണത്. ഇത് മൂന്നും കൂടുന്നതാണ് അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എന്താണ് ആൾക്കാർ വാങ്ങി അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊന്നാണത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൈറ്ററുമാണ്. ഓക്കെ, ഒരു സജഷൻ പറഞ്ഞു മാത്രം. അപ്പോൾ അത് പറയാൻ കാരണം ഇവിടെ ലാ കുബ്രെ അല്ലെങ്കിൽ ലക്കുബ്രെ എന്ന് പറയുന്ന എന്താണ് വോൾക്കാനോ ഇറപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഗാലപ്പഗോസ് ഐലൻഡിൽ ഉണ്ടായി എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അല്ലാതെ ഈ വോൾക്കാനോന് വേറെ പ്രത്യേകത ഉണ്ടാവണമെന്നില്ല. അവിടെ അത് വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായി ആൻഡ് ആഫ്റ്റർ 2020 അവിടെ ഒരുപാട് ഇറപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ ഉള്ളത് അറിയാറില്ല. അപ്പോൾ ഇപ്പോൾ അത് നാസയാണ് റിപ്പോർട്ട് ചെയ്തത്. ആൻഡ് ദാറ്റ്സ് ആർ ദ പ്രത്യേകതകൾ അതൊക്കെയാണ്. പിന്നെ ഒന്ന് ഇക്വഡോർ എന്ന് പറയുന്നതാണ് അതിന്റെ സ്ഥലം. ഇക്വഡോറിന് അടുത്താണ് ഇത് വരിക. ഇപ്പോൾ ഇറ്റ്സ് നോർമലി ലാറ്റിൻ അമേരിക്കയുടെ അടുത്താണ് ഇതൊക്കെ വരുന്നത്. ലാറ്റിൻ അമേരിക്കൻ റീജിയൻ ആണ്. അതായത് അമേരിക്കയുടെ സദേൺ അമേരിക്ക എന്ന് പറയുന്നതിന്റെ അടുത്താണ്. സദേൺ അമേരിക്ക, ബ്രസീൽ, അർജന്റീന, മെക്സിക്കോ ഇങ്ങനെ കുറെ രാജ്യങ്ങൾ കിടക്കുന്നതാണ്. ഈ പറയുന്ന ചിലി ഇതൊക്കെ ലാറ്റിൻ അമേരിക്കയിൽ വരുന്നതാണ്. മാത്രമല്ല കുറച്ച് ഇൻഡിജിനസ് ആയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഗാലപ്പഗോസ്. അപ്പൊ ഗാലപ്പഗോസ് ഐലൻഡിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ആർച്ചിപ്പലാഗോ ഓഫ് വോൾക്കാനിയോ ഐലൻഡ്സ് ഇൻ ദ ഈസ്റ്റേൺ പസഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജോഗ്രഫിക്കൽ ടേമാണ്, ആർച്ചിപ്പലാഗോ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ARCHIPELAGO, ആർച്ചിപ്പലാഗോ. ഓക്കെ, നമ്മൾ ഐലൻഡ് എന്ന് പറയുന്ന പോലെ വേറൊരു ടേമാണ് ആർച്ചിപ്പലാഗോ. ആർച്ചിപ്പലാഗോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ദ കളക്ഷൻ ഓഫ് ഐലൻഡ്സ് ആണ്. ഓക്കെ, ഒരുപാട് ഐലൻഡുകളുടെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ആർച്ചിപ്പലാഗോ. ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ചിപ്പലാഗോ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ ആണ്. ഇന്തോനേഷ്യ ഈസ് ദ ലാർജസ്റ്റ് ആർച്ചിപ്പലാഗോ. കാരണം ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഏകദേശം 10,000-ഓളം ഐലൻഡുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ചെറുതും വലുതുമായിട്ട്. അതിൽ ഓക്കെ കണക്കുകളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ചിപ്പലാഗോ ദ ആർച്ചിപ്പലാഗോ കൺട്രിയാണ് ഇന്തോനേഷ്യ. സോ ഇന്തോനേഷ്യ ഇറ്റ്സ് നിയർ ടു ഇന്ത്യ. ഇന്ത്യയുടെ അടുത്താണ്, കുറച്ച് താഴെയാണ്. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് ഇന്തോനേഷ്യയെ കുറിച്ച്. അപ്പൊ ഇവിടെ പറയാൻ കാരണം ഈ പറയുന്ന ഗാലപ്പഗോസ് എന്ന് പറയുന്ന ഐലൻഡും ആർച്ചിപ്പലാഗോ ആണ്. അതായത് ഒരുപാട് ഐലൻഡുകൾ കൂടി ചേർന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കാതാണ് ഒരു കൂട്ടം ഐലൻഡുകളെ ഒരുമിച്ചാണ് പേര് വിളിക്കുക. അല്ലാതെ ഓരോ ഐലൻഡിനും പേരുണ്ടായിരിക്കും. പക്ഷെ ആ കളക്ഷൻ ഓഫ് ഐലൻഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കുക. അതാണ് അവിടെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഐലൻഡ്സ് ആണ് ഇൻ ഈസ്റ്റേൺ പസഫിക്, ലൊക്കേറ്റഡ് അറൌണ്ട് ദ ഇക്വേറ്റർ, വെസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക. ദേ ഫോം ഓഫ് ഗാലപ്പഗോസ് പ്രൊവിൻസ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇക്വഡോർ എന്ന് പറയുന്നുണ്ട്. ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരിന് പ്രത്യേകത ഉണ്ട്. ഇതുപോലെ ഇക്വഡോർ എന്ന് പറഞ്ഞ പേര് വന്നത് ഇറ്റ്സ് ഫ്രം ഇക്വേറ്റർ. ഓക്കെ, ദ കൺട്രി നിയർ ടു ഇക്വേറ്റർ. ഭൂമധ്യരേഖയോട് അടുത്തുള്ള രാജ്യമാണ് ഇക്വഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേറ്റർ എന്ന പേരിൽ നിന്ന് വന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇക്വഡോർ എന്നുള്ളത്. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഓക്കെ ഇപ്പൊ പറഞ്ഞത് തന്നെ. സോ നോർമലി ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇക്വഡോർ ആയാലും ചിലി ആയാലും ഇതൊക്കെ ഇറ്റ്സ് ഫേമസ് ഫോർ സോക്കർ. ഓക്കെ, ഫുട്ബോളിന് വളരെ ഫേമസ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം. ലാറ്റിൻ അമേരിക്കൻ കോണ്ടെക്സ്റ്റ് തന്നെ അറിയാലോ. ലാറ്റിൻ അമേരിക്ക ഒരു ഫുട്ബോൾ ഫീവർ കൺട്രീസ് ആണ് എല്ലാം. അതിനൊരു ഡിഫറെന്റ് വേർഷൻ ഓഫ് ഫുട്ബോൾ ടാക്ടിക്സ് ഉള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഉറുഗ്വേ വരും, ചിലി വരും, ഇക്വഡോർ. ഇതൊക്കെ ചില രാജ്യങ്ങളൊക്കെ വളരെ ചെറുതാണ്, വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളും അല്ല. എന്നാൽ ചിലത് വളരെ വലിയ രാജ്യങ്ങളുമാണ്. ഇപ്പോൾ ബ്രസീൽ എന്നൊക്കെ പറയുന്നത് വലിയ രാജ്യമാണ്. ഓക്കെ, ദെൻ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറയുന്നതാണ് അടുത്തത്. സോ അറ്റ്ലീസ്റ്റ് 42 people died when dam burst bank near Kenya's Rift Valley as heavy rains and floods battered the country recently. Okay, കെനിയ അറിയാലോ, ആഫ്രിക്കയിലെ രാജ്യമാണ് കെനിയ. അപ്പോൾ കെനിയാത്ത എന്ന് പറയുന്ന രാജാവല്ല, ആക്ച്വലി അവിടുത്തെ റൂളർ ഉണ്ടായിരുന്നു, കെനിയാത്ത. അപ്പൊ അവിടുത്തെ പ്രത്യേകത ഡാം തകർന്ന് ഈ ന്യൂസ് വന്നിരുന്നത് കേരളത്തിലൊക്കെ മഴയുള്ള സമയത്ത്, വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇന്ത്യയിലൊക്കെ ഉള്ളപ്പോഴാണ് ഇത് ന്യൂസിലുണ്ടായിരുന്നതും. അപ്പോൾ ഇറ്റ് വാസ് എ ഡേഞ്ചർ ന്യൂസ് ആയിരുന്നു എന്ന് പറയാം. കാരണം ഡാം തകർന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടി. കാരണം കേരളത്തിൽ എപ്പോഴും ഉള്ള ചർച്ചയാണ് മുല്ലപ്പെരിയാർ ഡാം എപ്പോഴും എന്നാണ് പൊട്ടുന്നത് എന്നുള്ള കോൺസെപ്റ്റ് പോലെ എപ്പോഴും ചർച്ചയാണ്.
അപ്പോൾ ഇത് ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറയുന്നത് പ്രത്യേകത ഒരുപാട് ജോഗ്രഫിക്കൽ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ഓക്കെ, അതായത് പലപ്പോഴും എർത്ത് ക്വേക്ക് സോൺ ആണ്. പ്ലസ് ഇവിടെ പലപ്പോഴും നമ്മൾ വീഡിയോകളിലൊക്കെ കാണാം വിണ്ട് കീറുന്നുണ്ടാവും. അതായത് ഭൂമി വിണ്ട് കീറി 2 കഷ്ണങ്ങളാവുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ അത്തരത്തിൽ കുറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഈസ് ജോർദാൻ റിഫ്റ്റ് വാലി. ദ ജോർദാൻ റിഫ്റ്റ് വാലി സ്ട്രെച്ചസ് ഫ്രം ഗോലാൻ ഹൈറ്റ്സ് നിയർ ദ ഇസ്രായേൽ ബോർഡർ. സോ ഇത് അവിടുന്ന് തുടങ്ങി അതിന്റെ ഒരു സെപ്പറേഷൻ ആണ് പറയുന്നത്. അപ്പോൾ റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ പറയുന്ന സെപ്പറേഷൻ ആണ്. അതായത് ഒരു വാലി എന്ന് പറഞ്ഞാൽ തന്നെ താഴ്വരയാണ്. ഓക്കെ, വാലി മീൻസ് താഴ്വരകൾ. റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞാൽ 2 സ്ഥലങ്ങളെ വേർപ്പെടുത്തിക്കൊണ്ട് ഒരു ഇവിടെ കാണുന്ന പോലെയല്ല ആഫ്രിക്കൻ വാലികളിൽ. അതായത് വളരെ എന്താണ് ഡ്രൈ ആണ്. പ്ലസ് പൊതുവെ സംഭവിക്കുന്നത് ഒരുപാട് ജോഗ്രഫിക്കൽ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആഫ്രിക്ക. ബിക്കോസ് നമ്മൾ നോക്കിയാൽ അറിയാം ആഫ്രിക്ക എന്ന് പറയുന്നത് മറ്റു കോണ്ടിനെന്റ് പോലെയല്ല, ഒരൊറ്റ ലാൻഡ് മാസാണ്. ഓക്കെ, ബാക്കി എല്ലാ ലാൻഡ് മാസുകളും കൂടിച്ചേർന്ന് കിടക്കുന്ന കഷ്ണങ്ങളാണ്. ഇപ്പൊ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഒറ്റ ലാൻഡ് മാസ് അല്ല. ഏഷ്യയിൽ കുറെ ലാൻഡ് മാസ് കൂടിച്ചേർന്ന് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലാൻഡ് മാസ് ആണ്. ഇന്ത്യ എവിടെ വന്ന് കൂടിച്ചേർന്നതാണ്? ഇന്ത്യ ഈസ് എ ലാൻഡ് മാസ് കണക്റ്റഡ് ടു ഏഷ്യ. ഓക്കെ, അപ്പോ ഇവിടെ പ്രത്യേകത ആഫ്രിക്കയാണ് ഇനി പൊട്ടിപ്പിളർന്ന് വരാൻ. അതായത് ഇപ്പോ ഒരുപാട് ലാൻഡ് മാസുകൾ പൊട്ടിപ്പിളർന്നാണ് ഇന്ന് കാണുന്ന ലെവലിലെത്തിയത്. അപ്പൊ ഇനിയൊരു ലാൻഡ് മാസ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ തകർച്ച അല്ലെങ്കിൽ അത് 2ആയിട്ട് സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ സാധിക്കുന്ന ഒരേ ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക. ആഫ്രിക്കൻ കോണ്ടിനെന്റ് മാത്രമാണ് അത്രയും വലിയൊരു മാസിൽ കിടക്കുന്ന ഒരു ലാൻഡ് കോണ്ടിനെന്റ് ഉള്ളൂ. ബാക്കിയൊക്കെ അത്ര വലുപ്പത്തിലുള്ളത് കുറവാണ് അറ്റ് എ സ്ട്രെച്ച്. ഓക്കെ, അപ്പോൾ അത് പലപ്പോഴും ചർച്ചയിലുള്ളതാണ്. ഇനിയും പൊട്ടിത്തകരുമോ, ഇനിയും ഒരു കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ് ഉണ്ടാകുമോ എന്ന്. അതായത് ഇന്ന് കാണുന്ന പോലെ കോണ്ടിനെന്റുകളെല്ലാം വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ രീതിയിൽ ഫോം ചെയ്തത്. അപ്പൊ അതിന് കാരണം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്ന തിയറിയാണ് പറയുന്നത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പറയുന്നത് എല്ലാ കോണ്ടിനെന്റുകളും കഷ്ണങ്ങളായിട്ട് വിഭജിച്ച് പല പല ഭാഗങ്ങളായി ചേർന്ന് ഇന്ന് കാണുന്ന രീതിയിൽ 7 എണ്ണമായിട്ട് കിടക്കുന്നു. അപ്പൊ ഇത് ഇനിയും പൊട്ടിപ്പിളരാം എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ഹ്യൂജ് പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പല പല ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നൊരു കോണ്ടെക്സ്റ്റ് ആണ് നവരത്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. നവരത്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നോർമലി ഒരു എന്താണ് ഇറ്റ്സ് എ ക്വാളിറ്റി അഷുറൻസ് എന്നും പറയാം ഒരു രീതിയിൽ. അതായത് മികച്ച കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് റീസെന്റ് ദ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനി ഗ്രാൻഡഡ് നവരത്ന സ്റ്റാറ്റസ്. അപ്പോൾ എന്താണ് നവരത്ന സ്റ്റാറ്റസ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള പോയിന്റ്. നവരത്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ക്ലാസിഫൈസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻടു 3 കാറ്റഗറീസ്: മഹാരത്ന, നവരത്ന ആൻഡ് മിനിരത്ന. ഓക്കെ, ഈ 3 പേരുകൾ അറിഞ്ഞിരിക്കുക: മഹാരത്ന, നവരത്ന, മിനിരത്ന. അപ്പൊ ഈ ഓർഡറിൽ അറിഞ്ഞിരിക്കുക. നവരത്ന കമ്പനീസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇന്ത്യ ദാറ്റ് എൻജോയ് certain degree of financial autonomy from the government. These companies have specific privilege, can invest up to 1000 crore without explicit government approval എന്നാണ് പ്രത്യേകത. ഓക്കെ, അതായത് ഗവൺമെന്റ് അപ്രൂവൽ കൂടാതെ 1000 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കമ്പനികളാണ്, അല്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനങ്ങനെ പറ്റും. അപ്പോൾ നോർമലി ഇതിന്റെ പ്രത്യേകത പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അതായത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള കമ്പനികളാണ്. ഒന്ന് അതാണ് അതിന്റെ പോയിന്റ്. സോ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കുമ്പോൾ പൊതുവെ ഗവൺമെന്റിന്റെ കൺട്രോളിലാവുമ്പോൾ ഗവൺമെന്റ് പറയണം. പക്ഷേ ഈ സ്റ്റാറ്റസ് കിട്ടിയ കമ്പനികൾക്ക് ഓട്ടോണമി ഉണ്ട്. നമ്മൾ ഓട്ടോണമസ് കോളേജ് പറയുന്ന പോലെയാണ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. എല്ലാത്തിനും യൂണിവേഴ്സിറ്റിയെ സമീപിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഗവൺമെന്റിനോട് എല്ലാം ചോദിക്കേണ്ട. അപ്പൊ ഇവിടെ നവരത്ന കമ്പനീസ് ക്യാൻ ഇൻവെസ്റ്റ് അപ് ടു ₹1000 crore or 15% of their net worth in a single project, whichever is lower. അതിന് സാധിക്കും. വേറൊന്ന്, they can invest up to 30% of their net worth over the entire year, again not exceeding 1000 crore. ഇതൊക്കെ അതിനുള്ള പ്രത്യേകതകളാണ്. അപ്പൊ ഇത്തരത്തിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് അടുത്ത് കിട്ടിയ ഒരു സ്ഥാപനമാണ് IREDA. ഫുൾ ഫോം അറിഞ്ഞിരിക്കുക: ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി. റിന്യൂവബിൾ എനർജി മേഖലകളിൽ ഒരുപാട് കമ്പനികളുണ്ട്. ഗ്രീൻ റിന്യൂവബിൾ എനർജികൾ ഒരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇതൊരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം പ്രൈവറ്റ് കമ്പനികൾ ഈ മേഖലയിൽ ഉണ്ടാവാം, പക്ഷെ പബ്ലിക് സെക്ടർ കമ്പനികളിൽ നല്ല ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി. അപ്പൊ ഇതിന്റെയൊക്കെ പേരുകൾ പെട്ടെന്ന് നമുക്ക് അറിയണമെന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല പബ്ലിക് സെക്ടർ കമ്പനികൾ. നമ്മൾ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെയുള്ള എക്സാമുകൾ, അതായത് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ഒരുപാട് എക്സാമുകൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ് വിളിക്കുന്നത്. അത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കും ആവാം, പ്ലസ് അല്ലെങ്കിൽ ഓഫീസുകളിലേക്കും ആവാം. അതായത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഡിഫൻസ്, ഇങ്ങനെ കുറെ ഉണ്ട്. എന്നാൽ ഗവൺമെന്റിന്റെ ഒരുപാട് ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട് നമ്മൾ പോലും അറിയാത്ത. അതായത് ലിസ്റ്റ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കമ്പനികളുണ്ട്. സ്ക്രാപ്പ് കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ പറഞ്ഞ ഈ റിന്യൂവബിൾ എനർജി മേഖലയിലുള്ള കമ്പനി. സോ ഇങ്ങനെ ഒരുപാടുണ്ട്. അഗ്രികൾച്ചർ മേഖലയിലുണ്ട് കുറെ കമ്പനികൾ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത, ഇത്തരം കമ്പനികൾ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ അതിന്റെ റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സോ ഒഴിവോ പോലും ആരും അറിഞ്ഞു പോവില്ല. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് അത്തരം റിക്രൂട്ട്മെന്റുകൾ എന്താണ് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തന്നെ റോസ്ഗാർ അല്ലെങ്കിൽ എന്താണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പത്രങ്ങളുണ്ട്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ മിക്കവാറും വരുന്നത് അത്തരത്തിലുള്ള പത്രങ്ങളിൽ മാത്രമാണ്. ചിലപ്പോ നമ്മൾ എല്ലാത്തിലും കണ്ടു എന്ന് തന്നെ വരില്ല. കാരണം ചിലതിന് എക്സ്പീരിയൻസ് വേണ്ടി വരും. അപ്പോൾ എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് പറയുന്നതാണ് അത്. സെൻട്രൽ ഗവൺമെന്റിന്റെ എന്ത് വന്നാലും വരുന്ന ഒരു പത്രമാണ് എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ന്യൂസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിൽ എന്തായാലും അവർ എന്ത് ചെയ്യും, പരസ്യം ചെയ്തിരിക്കും. സോ അതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒഴിവുകളൊക്കെ മിക്കവാറും ആദ്യകാലങ്ങളിലെല്ലാം അതിൽ റിപ്പോർട്ട് ചെയ്യുക. അതിൽ ഇത്തരത്തിലുള്ള കമ്പനികളുടെയും വരും. സോ അത് ചില കേസുകളിൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു മാത്രം. കാരണം നമ്മളത് വരുന്നത് തന്നെ അറിയില്ല. പല മേഖലകളിലും, അതായത് അഡ്മിനിസ്ട്രേഷൻ ലെവലിലും ചിലത് ടെക്നിക്കലായിരിക്കും, ചിലത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ലെവലിലും വരാറുണ്ട്. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അജ്റഖ് എന്ന് പറയുന്ന ഒരു ടേം കൊടുത്തിട്ടുണ്ട്. അജ്റഖ്. സോ അജ്റഖ് ഫ്രം കച്ച് ഗെറ്റ്സ് GI ടാഗ്. എന്താണ് ഈ GI ടാഗ്? എന്താണ് ഫുൾ ഫോം? എനിവൺ? ഓക്കെ, ഞാൻ ചോദിക്കാം. അല്ലെങ്കിൽ ശ്രീകല, ഓക്കെ, സൂരജ് ഓഡിബിൾ അല്ലേ? ആ, ഓക്കെ. GI എന്നുള്ളതിന്റെ ഫുൾ ഫോം? ഓക്കെ, ഇവിടെ ഒരു പേര് ഓക്കെ, ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേഷൻ അല്ലേ സർ? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഓക്കെ, അജ്റഖ് എന്ന് പറഞ്ഞൊരു ടേം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രം കച്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ കച്ച് എവിടെയാ? കച്ച് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? കാശ്മീരിലാണ്. ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിലാണ് കച്ച്. ഓക്കെ, ഐ തിങ്ക് പൂഞ്ച് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. ഓക്കെ, അതായിരിക്കാം ചിലപ്പോ സൂരജ് അത് പറയാൻ കാരണം. ഓക്കെ, കശ്മീരിലുള്ളത് വേറെ സ്ഥലങ്ങളുണ്ട്, ആ പേരുമായിട്ട് സാദൃശ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ബട്ട് കച്ച് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. കാരണം റാൻ ഓഫ് കച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്. റാൻ ഓഫ് കച്ച്, അതായത് ഇന്ത്യയിൽ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ചതുപ്പ് നിലമാണ്. അതായത് അവിടെ ബോർഡർ ആണത്. റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞ ജില്ല തന്നെ വലിയൊരു ജില്ലയാണ് റാൻ ഓഫ് കച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒരു ജില്ലയാണ് റാൻ ഓഫ് കച്ച്. അപ്പോൾ റാൻ ഓഫ് കച്ചിന്റെ പ്രത്യേകത, പാകിസ്ഥാനുമായിട്ട് ബോർഡറുള്ള സ്ഥലമാണ് കച്ച്. ഈ കച്ച് റീജിയന്റെ ഉള്ളിൽ ആണ് ധോളവീര എന്ന് പറയുന്ന ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ഉള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് യുനെസ്കോ അടുത്ത കാലത്താണ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ധോളവീര. ഓക്കെ, ധോളവീര ഈസ് എ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ഇൻ ദ റീജിയൻ ഓഫ് കച്ച്. ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കച്ച് ഇവിടെ അറിഞ്ഞിരിക്കണം. ഇവിടെ കച്ചിന്റെ പേരിൽ, കച്ചിൽ നിന്ന് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അജ്റഖ്. ഓക്കെ, GI ടാഗ് ആണ് നമ്മുടെ ഇവിടെ പോയിന്റ്. അപ്പൊ GI ടാഗ് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഭക്ഷണം ആയിരിക്കാം, ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രസ് ആയിരിക്കാം, ക്ലോത്തിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രകലകളായിരിക്കാം, എന്തും ആവാം. എനി പ്രോഡക്റ്റ് എന്ന് പറയാം. എനി പ്രോഡക്റ്റ് ഓർ ഐറ്റംസ് വിച്ച് ക്യാൻ ബി ഡെലിവേർഡ് ഓർ വിച്ച് ക്യാൻ ബി അറൈസ്ഡ് ഫ്രം എ പ്ലേസ്. സോ ആ സ്ഥലത്തിന്റെ പേരിൽ നിന്ന്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് മാത്രമേ അത് കാണുള്ളൂ. അപ്പോൾ ആ സ്ഥലത്തിന്റെ പേരിലാണ് ആ പ്രൊഡക്റ്റ് അറിയപ്പെടുക. അപ്പൊ GI ടാഗ് ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടും. അപ്പൊ അതിന് ഫേമസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയില്ല, ഇപ്പൊ കോഴിക്കോടൻ ഹൽവ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ആദ്യം ചിലപ്പോൾ നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ് ചോദിച്ചാൽ ഹൽവ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്ഥലങ്ങൾ, ഇപ്പോൾ ഹൈദരാബാദ് ബിരിയാണി. സോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോരോ പേരുകൾ വെച്ച്
എന്നാൽ ഇതൊന്നും GI ടാഗിലില്ല. ഓക്കെ, അതൊന്നും GI ടാഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഇപ്പൊ ഞാനൊരു ടേം ചോദിക്കാം, അതിന്റെ നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഐറ്റം ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ആറന്മുള. ആറന്മുള ഏതാണ്? സർ ആറന്മുള എന്ന് പറയും. കണ്ണാടി. ആറന്മുള കണ്ണാടി. ഓക്കെ, അതൊരു GI ടാഗ് ഉൽപ്പന്നം ആണ്. ഓക്കെ, അത് GI ടാഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള കണ്ണാടി ഉള്ളതാണ്. ആൻഡ് മറയൂർ എന്താണ് ഓർമ്മ വരുന്നത്? മറയൂർ. ചന്ദനം. അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മറയൂർ ചന്ദനം കറക്റ്റ് ആണ്. പക്ഷേ മറയൂർ ആക്ച്വലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമുക്കറിയാവുന്ന ചന്ദനത്തിന്റെ പേരിലാണ്. ചന്ദനക്കാടുകളുള്ള സ്ഥലമാണ് മറയൂർ, ഇടുക്കി ജില്ലയിൽ. ബട്ട് മറയൂര് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് GI ടാഗ് കിട്ടിയിട്ടുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത് ശർക്കരയാണ്. മറയൂർ ശർക്കര വളരെ ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മറയൂർ ശർക്കര എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയുണ്ട്. ഗൂഗിളിലൊക്കെ ഇപ്പോൾ ഈവൻ ആമസോൺ വഴി തന്നെ വാങ്ങാൻ പറ്റും മറയൂർ ശർക്കരയൊക്കെ. അല്ലാതെ മറയൂർ ശർക്കര പക്ഷെ ഒറിജിനലി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വിഭാഗം, എല്ലാവരും ഉണ്ടാക്കുന്നതല്ല, ഒരു വിഭാഗം അവിടെയുള്ള ട്രൈബൽ വിഭാഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് മറയൂർ ശർക്കര. അത് കുറേ ഡെലീഷ്യസ് ആണ്. പ്ലസ് അതിന്റെ പ്രത്യേകത, അതിന് കുറേ ഹെർബൽ ആൻഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആരോഗ്യത്തിന്, ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ പാലക്കാടൻ മട്ട, അരിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉൽപ്പന്നം അജ്രക്ക് എന്ന് പറയുന്നതാണ്. ഇത് എന്താണെന്ന് നോക്കാം. അജ്രക്ക് ഈസ് ട്രഡീഷണൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ടെക്നിക് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ കച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പേര് കേട്ടാൽ നമ്മൾ ഒറ്റയടിക്കത് ചോദിക്കുന്നതായിരിക്കും അജ്രക്ക് ഈസ്, എന്നിട്ട് താഴെ കൊടുക്കുന്നത് അജ്രക്ക് ഈസ് എ റൈസ് ഐറ്റം അല്ലെങ്കിൽ റൈസ് പ്രോഡക്റ്റ്. രണ്ടാമതായിട്ട് കൊടുക്കുക ഇറ്റ്സ് എ ക്ലോത്ത്, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രിന്റിംഗ് കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു പെയിന്റിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കടക്നാഥ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വന്നിട്ടായിരുന്നു. കടക്നാഥ് മധ്യപ്രദേശിലെ സ്ഥലമാണ് കടക്നാഥ്. പേര് കേട്ടാൽ മധ്യപ്രദേശ് ആണെന്ന് തോന്നില്ല. കടക്നാഥ് ഈസ് ഫേമസ് ഫോർ, കടക്നാഥിൽ നിന്ന് ഒരു GI ടാഗ് ഉൽപ്പന്നം ഉണ്ട്. കടക്നാഥ് ഈസ് ഫേമസ് ഫോർ ചിക്കൻ. ഓക്കെ, കടക്നാഥ് ചിക്കൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ ചിക്കനാണ് അവിടുത്തെ മെയിൻ ഐറ്റം. ഒരിക്കലും നമ്മളത് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. കാരണം കടക്നാഥ് ചിക്കൻ എന്നൊരു ചിക്കൻ ഉണ്ടോ, അതും മധ്യപ്രദേശിലുണ്ടോ എന്നൊക്കെ മേ ബി നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റുകൾ ഇവിടെ ചിലത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ, ഇവിടെ കണ്ടായി തോന്നുന്നു. ഓക്കെ യെസ്, ഈ ലിസ്റ്റിലുണ്ട്. ഇവിടെ സം അതർ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബനാറസി സിൽക്സ്. ഓക്കെ, അതുപോലെ ചന്തേരി ഫാബ്രിക്. ചന്തേരി എന്ന് പറയുന്നത് മധ്യപ്രദേശിലൊരു ടൗൺ ആണ്. കാഞ്ചീപുരം സിൽക്സ്, ഓക്കെ, നമുക്കറിയുന്നതാണ് തമിഴ്നാട്ടിൽ. കോട്ടാദോരിയ, കോട്ട എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ഇൻ കോട്ടാദോരിയ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഇൻ ഉത്തർപ്രദേശ്, മൗ ഇൻ ഉത്തർപ്രദേശ്. കോട്ട എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് പക്ഷേ മധ്യപ്രദേശിലല്ല, സോറി UP-യിലല്ല, രാജസ്ഥാനിലാണ്. പിന്നെ ഒഡീഷ ഇക്കാത്ത് എന്ന് പറയുന്നതാണ് ഒഡീഷയിലെ ഒരു ഇതുപോലെ തന്നെ ഡ്രസ്സാണ്. നമ്മൾ ഇതുപോലെ കുറേ ഉണ്ട് ഡ്രസ് ഐറ്റംസ്. നമ്മൾ കാഞ്ചീപുരം ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് എന്താണ് ഐറ്റം എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഡ്രസ്സാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മറൈൻ ക്ലൗഡ് ബ്രൈറ്റനിങ് എന്ന് പറയുന്ന ഒരു ടേം കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് scientists are testing a geoengineering technique called marine cloud brightening that involves using machine to inject tiny salt water particles into marine stratocumulus clouds, stratocumulus clouds, aiming to increase their reflectivity and cool the earth. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഇഷ്യൂ ആണ് ക്ലൈമറ്റ് ഇഷ്യൂസ് തന്നെ, പൊല്യൂഷൻ. ഇവിടെ പറയുന്ന പോയിന്റ് ഒരു ടെക്നോളജി കണ്ടെത്തിയതാണ് സയന്റിസ്റ്റുകൾ. അത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജിയോ എഞ്ചിനീയറിംഗ് ടെക്നിക്കാണ്. മറൈൻ ക്ലൗഡ് ബ്രൈറ്റനിങ് എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള പേര്. ഇതിന്റെ പ്രത്യേകത, ഇറ്റ്സ് എ മെഷീൻ യൂസിങ് മെഷീൻ ടു ഇൻജെക്ട് ടൈനി സോൾട്ട് വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ടു ദ മറൈൻ സ്ട്രാറ്റോക്യൂമുലസ് ക്ലൗഡ്സ്. അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചില മേഘങ്ങളാണ് സ്ട്രാറ്റോക്യൂമുലസ് എന്ന് പറയുന്ന മേഘങ്ങൾ. ക്യൂമുലസ് ക്ലൗഡ് എന്ന് പറയുന്നുണ്ട്, അതിൽ സ്ട്രാറ്റോക്യൂമുലസ് ഈസ് ഫേമസ് ഫോർ ക്ലൗഡ്സ്. അപ്പൊ അതിൽ ആ ക്ലൗഡുകളിൽ എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് വെതറുക. ഈ പറയുന്ന സോൾട്ട് വാട്ടർ കോണ്ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുകൾ വെതറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ടു ഇൻക്രീസ് ദെയർ റിഫ്ലക്ടിവിറ്റി ആൻഡ് കൂൾ ദ എർത്ത്.
അപ്പോൾ റിഫ്ലക്റ്റിവിറ്റി കൂട്ടുകയും ആകാശം തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും, കൂളാക്കുകയും ചെയ്യും. എന്നാൽ എന്താണ് എർത്തിനെ കൂളാക്കുകയും ചെയ്യും, കൂടുതൽ യു വി റേസിനെ കുറയ്ക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ഇതൊരു ഹ്യൂമൻ ഒരു ടെക്നിക്ക്, ഓക്കെ, മനുഷ്യൻ കണ്ടെത്തിയ ടെക്നിക്ക് തന്നെ. അതിൽ നമ്മളുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണത്, ഇന്ത്യയിലാണത് മെയിൻലി അത് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പം ഇത്രയാണ് ഇതിലുള്ളത്. നമുക്കൊരു PDF കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചില പ്രിന്റുകളിൽ നമുക്ക് വരുന്നത് വളരെ കുറച്ച് പോയിന്റുകളേ ഉള്ളൂ, എങ്കിൽ പോലും അതിൽ ഇത്തരം ടേമുകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇപ്പൊ പറഞ്ഞ സംഭവത്തിൽ ആ ടേം ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് ഐ തിങ്ക് നെക്സ്റ്റ് വരുന്നത് .440 അല്ലേ? ഓക്കെ, 1 second. ഓ സോറി, ഞാനത് ഷെയർ ചെയ്തിട്ട് ഓഡിബിൾ ആയിരുന്നില്ല അല്ലേ? ഓക്കെ. സോ നമ്മളിവിടെ പറഞ്ഞത് പട്ടചിത്ര പെയിന്റിംഗ് ആണ്. ഓക്കെ, പട്ടചിത്ര പെയിന്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രം ഒഡീഷ. ആക്ച്വലി ഒഡീഷയിൽ ഒറിജിനേറ്റ് ചെയ്തതാണ്. ഇതിന്റെ പ്രത്യേകത പടചിത്ര എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തുണിയിലുള്ളതാണ്. ഇറ്റ്സ് ഓൺ ക്ലോത്ത് പിക്ചർ എന്നാണ് അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞാൽ. ഇവിടെ ഈ ന്യൂസ് വരാൻ കാരണം ബംഗാളിലെ കൽക്കട്ട ബേസ്ഡ് അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള കുറെ ആൾക്കാർ ഇത് ഓൺലൈനിൽ വിൽക്കുക എന്നുള്ള കോണ്ടെക്സ്റ്റ് ആരംഭിച്ചു. അപ്പോൾ അത് എന്ത് ചെയ്തു? ടു പ്രൊമോട്ട് ദ ആർട്ടിസ്റ്റ് ലിവിങ് ഇൻ ദിസ് റീജിയൻ അല്ലെങ്കിൽ ഇൻ ദിസ് ഏരിയ ഓഫ് വർക്ക്, ഈ മേഖലയിൽ ഇതിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതൊരു നല്ല ഒരു കാര്യമായിട്ട് ഇപ്പോൾ ഓൺലൈനിലൂടെ ആരംഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. പക്ഷെ പ്രത്യേകത അറിഞ്ഞിരിക്കുക, ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം ഒഡീഷയാണ്. ഒഡീഷയിൽ നിന്നുള്ള പെയിന്റിംഗ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് എന്ന് പറയുന്നത്. ഇൻ ദ ഇയർ 1971 ആണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് ഇടയ്ക്കിടയ്ക്ക്
പലപ്പോഴും ന്യൂസുകളിൽ വരാം. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടത് ജനറലി ഇതൊരു നിയമമാണ് 1971 ഇത് സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതികളെ വിമർശിക്കുകയോ കോടതികൾ പറയുന്ന വിമർശിക്കൽ മാത്രമല്ല, കോടതി രണ്ട് രീതിയിലാണ് വരിക. ഒന്ന് സിവിൽ കണ്ടംപ്റ്റ് ഉണ്ട്, വേറെ ഒന്ന് ക്രിമിനൽ കണ്ടംപ്റ്റ് ഉണ്ട്. അപ്പൊ സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ കോൺസെപ്റ്റുകൾ. അപ്പം ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കോടതിയെ എന്ത് ചെയ്യുക, കോടതിക്കെതിരെ യൂസിങ് ഫിസിക്കൽ, അതായത് ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും ബലപ്രയോഗങ്ങളോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കോടതി അധിക്ഷേപിക്കുന്നത് മോറലി സിവിലി മാത്രമല്ല ക്രിമിനൽ കേസ് ആവുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ സിവിൽ ആൻഡ് ക്രിമിനൽ എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില കേസുകളിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. സോ ചില കേസുകളിൽ കോടതി ഇനി മുതൽ ഇത് ചെയ്യരുത് എന്ന് വിധിക്കുന്നു, പക്ഷെ അയാളത് ചെയ്യുന്നു. അപ്പൊ അതെന്തായി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി. എന്നാൽ ചിലത് ഇനി മുതൽ ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുന്നു, അതായത് ആരെങ്കിലും നിർദ്ദേശിക്കുന്നു ഇത് ചെയ്യണം ഇന്ന ദിവസത്തിനുള്ളിൽ, അതും എന്ത് തന്നെയാണ്, അത് ചെയ്യാതിരുന്നാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കോടതിക്ക് എന്ത് ചെയ്യാം, കോടതിക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വിധിക്കാം. അതിന് 6 മാസം വരെ തടവിന് ശിക്ഷിക്കാൻ സാധിക്കും. പക്ഷെ അതൊരു വലിയൊരു ശിക്ഷയൊന്നുമല്ല. എങ്കിൽ പോലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരു ചില കേസുകളിൽ ഈ പറയുന്ന അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ വക്കീല് പോലെയുള്ള ആൾക്കാരുടെയും പലരുടെയും ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ഒക്കെ ജോലി വരെ പോകാനുള്ള സാധ്യതകളും ഉണ്ട്, എൻക്വയറി വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അത്രേ ഉള്ളൂ അതിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇത് നോർത്ത് കൊറിയ റീസെന്റ് ഫയർഡ് എ ബാലിസ്റ്റിക് മിസൈൽ ഇൻ ടു ദ സീ ഓഫ് ജപ്പാൻ, ആൾസോ നോൺ ആസ് ദ ഈസ്റ്റ് സീ. ഓക്കെ, ജപ്പാനും കൊറിയയും തമ്മിൽ ശത്രുതകൾ ഉള്ളതാണ്, അല്ലെങ്കിൽ ജപ്പാൻ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്. ഇവിടെ പക്ഷെ പ്രത്യേകത, നോർത്ത് കൊറിയയാണ് ജപ്പാനെതിരെ അയച്ചത്. ജപ്പാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ്, ഈ പറഞ്ഞ പോലെ ഒരു ആർച്ചിപ്പലാഗമാണ്, ഒരുപാട് ഐലൻഡുകളുടെ കൂട്ടമാണ് ജപ്പാൻ. അപ്പൊ ജപ്പാന്റെ നോർത്ത് കൊറിയ ചെയ്തത് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ ഓക്കെ, നോർമലി അത്രയേ ഉള്ളൂ അതിലെ ന്യൂസിൽ. ഇതിലെ പ്രത്യേകതകൾ പിന്നെ പറയാനുള്ളത്, ദ ജാപ്പനീസ് ആർച്ചിപ്പലാഗോ സെപ്പറേറ്റ് ദ സീ ഓഫ് ജപ്പാൻ ഫ്രം പസഫിക് ഓഷ്യൻ. അപ്പോ ജപ്പാൻ എന്ന് പറയുന്ന ഈ ഒരു ആർച്ചിപ്പലാഗോ എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, സീ ഓഫ് ജപ്പാനെ പസഫിക് ഓഷ്യനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. പസഫിക് ഓഷ്യനിലാണ് അമേരിക്കയുടെ ഒരു ഭാഗം കിടക്കുന്നത്, പസഫിക് ഓഷ്യനിലാണ് അമേരിക്കയുടെ ഒരു ഭാഗം കിടക്കുന്നത് അറ്റ്ലാന്റിക്കിന്റെ തീരത്തുമാണ്. ഓക്കെ, അതായത് നോർത്ത് അമേരിക്കയുടെ ലെഫ്റ്റിലും റൈറ്റിലും നോക്കിയാൽ രണ്ട് സമുദ്രങ്ങളാണ് കിടക്കുന്നത്, ഒന്ന് പസഫിക് ഓഷ്യനും ഒന്ന് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഓക്കെ, അപ്പൊ ഈ പസഫിക് ഓഷ്യന്റെ ഭാഗങ്ങളിലാണ് ജപ്പാൻ കിടക്കുന്നത്. ജപ്പാൻ ഒരു ഐലൻഡ് ആണ്. ദെൻ ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ദ ക്വസ്റ്റ്യൻ ഓഫ് ആർട്ടിക്കിൾ 31C എന്ന് പറയുന്നത്. ഇത് അടുത്ത കാലത്ത് വീണ്ടും ചർച്ചയിൽ വന്ന ഒരു സംഭവമാണ്. ഇത് ഇതിന്റെ പ്രത്യേകത, ആർട്ടിക്കിൾ 31C എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ മിനർവ മിൽസ് എന്ന് പറയുന്ന കേസിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടതാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അൺസർട്ടനിറ്റി. അപ്പോൾ അത് നോർമലി ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് നമുക്ക് വേറൊരു സെഷനിൽ എന്തായാലും പറയുകയും ചെയ്യാം. ഓക്കെ, കാരണം അതിന്റെ മിനർവ മിൽസ് കേസുകളും അതിന്റെ ഡീറ്റെയിലിങ്ങും കുറച്ച് കൂടുതൽ പറയാനുണ്ട്. എങ്കിലും ഇപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാം. ഇത് 25th അമെന്റ്മെന്റിലൂടെ വന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ 31C എന്ന് പറയുന്നത്. 31C ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾ 31C protects laws enacted to ensure the material resources of the community are dispersed to serve the common good and the wealth means of production are not concentrated. As per Article 31C, there are particular directive principles and cannot be challenged by invoking the right to inequality. അതായത് 31C പ്രകാരം ചില ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാൻ പാടില്ല, ചലഞ്ച് ചെയ്യാൻ പാടില്ല, ബൈ ഇൻവോക്കിംഗ് ദ റൈറ്റ് ടു ഈക്വാലിറ്റി ഓർ റൈറ്റ് അണ്ടർ 19 എന്നാണ് പറയുന്നത്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാം, കോടതിയിൽ നടപ്പിലാക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് എന്ന് പറയുന്ന ഭാഗം, അതായത് പാർട്ട് 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ 31C ദീസ് പർട്ടിക്കുലർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, രണ്ട് പ്രധാനപ്പെട്ട ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ 39B എന്ന് പറയുന്നതും 39C എന്ന് പറയുന്നതും എന്ത് ചെയ്യാം, കനോട്ട് ബി ചലഞ്ച്ഡ് ബൈ ഇൻവോക്കിംഗ് ദ റൈറ്റ് ടു ഈക്വാലിറ്റി. അതിനെ രണ്ടിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല. എങ്ങനെ, റൈറ്റ് ടു ഇൻഇക്വാലിറ്റിയെയും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19നെയും
ഒഴിവാക്കിക്കൊണ്ട് ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അതൊരു സിമ്പിൾ കോണ്ടെക്സ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. സോ നമുക്കത് നെക്സ്റ്റ് പറയാം, വേറെ സെഷനിൽ എന്തായാലും പറയാം അത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡ്രിപ്പ് പ്രൈസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് റീസെന്റ് warned about drip pricing, saying it can be surprise consumers with hidden charges. Department of Consumer Affairs to reach out to NCH 1915 for assistance. അപ്പോൾ ഇത് പറയുന്നത് പ്രൊഡക്റ്റിന്റെ പ്രൈസ്, ഡ്രിപ്പ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കൺസ്യൂമേഴ്സിനെ അവെയർ ആക്കാൻ വേണ്ടി കൺസ്യൂമർ മിനിസ്ട്രി ഒരു നമ്പർ വന്നിട്ടുണ്ട് 1915. അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യാനുള്ള ഒരു നമ്പറും. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് drip pricing is a pricing technique used by firms where they initially advertise only part of the product's price, transferred to as the headline price. അതായത് അതിന്റെ ഒരു പ്രൈസ് മാത്രമേ കാണിക്കുള്ളൂ, പ്രൊഡക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. ഒരു പാർട്ട് ഓഫ് പ്രൊഡക്ട്സ്, അതായത് എന്ത് ചെയ്യാതിരിക്കുക, ഇപ്പോൾ ടാക്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ എത്രയാണ് വില എന്ന് ചോദിച്ചാൽ 150 രൂപ, വാങ്ങുമ്പോൾ ആണ് പറയാ 190 രൂപയുണ്ട്, ബാക്കി ടാക്സ് അത് ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹിഡൻ ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പാടില്ല എന്നാണ്. അത്തരം കോണ്ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചാൽ യു ക്യാൻ കംപ്ലൈന്റ് ത്രൂ 1915 ഓർ ദ നമ്പർ വിച്ച് ഈസ് ഗിവൺ ആസ് വാട്സ്ആപ്പ് നമ്പർ 880000. അതാണ് വാട്സ്ആപ്പ് നമ്പർ ആയിട്ടും പറയുന്നത്. ഓക്കെ, സോ ഡ്രിപ്പ് പ്രൈസിങ് ഒരു മാർക്കറ്റ് മെക്കാനിസം ആണ്, ഒരു കള്ളത്തരം എന്ന് പറയാം. ദെൻ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDSCO എന്ന് പറയുന്നതാണ്. ഇത് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ഇതൊരു ഡ്രഗ് മിനിസ്ട്രിയുമായി ഡ്രഗിന്റെ എന്തുമായി ബന്ധപ്പെട്ടാണ്, ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ബ്യൂറോ ആണ്. അപ്പോൾ റെസ്പോൺസിബിൾ ഫോർ ഗ്രാൻഡിങ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ടു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. അപ്പോൾ ഇവിടെ പ്രത്യേകത, പൊതുവെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് NOC. കാരണം ഇവർക്ക് പല രീതിയിലുള്ള കെമിക്കൽ അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല മരുന്നുകളും ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പലതും ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മൾ എന്താണ് നൊട്ടോറിയസ് ആയിട്ട് അല്ലെങ്കിൽ NDPS എന്ന് പറഞ്ഞ നാർക്കോട്ടിക്സിന്റെ കീഴിൽ വരുന്ന പല സബ്സ്റ്റൻസുകളും മരുന്നുകളിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് പ്രത്യേകം പെർമിഷൻ വേണം. ആ പെർമിഷൻ കൊടുക്കാൻ, NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ കൊടുത്തു എന്നുള്ളതാണ്. മുൻപ് അത് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. ഇവരുടെ മാത്രമല്ല, മിനിസ്ട്രിയുടെ വേണം, പല രീതിയിലുള്ള സാങ്ഷനുകളും വേണം NOC കിട്ടാൻ. NOC കിട്ടാൻ ഇപ്പോൾ ഇവർക്ക് അധികാരം കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. സോ ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റുകൾ നമുക്കിപ്പോൾ നെക്സ്റ്റ് സെഷനിൽ പറയാം. സോ വി ക്യാൻ കൺക്ലൂഡ്. ഓക്കെ.